ഷാക്കിർ, പഹൽഗാമിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ വേദന പങ്കുവെക്കുകയാണ് ഒരു രാജ്യം മുഴുവൻ. അപ്പോഴാണ് മനുഷ്യത്വം മരവിച്ച ഒരു പറ്റം നേതാക്കൾ കൊലയാളികളുടെ വക്കാലത്തുമായി ഇറങ്ങിയിരിക്കുന്നത്. വിനോദസഞ്ചാരികളിൽ ഹിന്ദുക്കളെ മാറ്റി നിർത്തിയാണ് വെടിവെച്ച് കൊന്നതെന്ന് കൂടെയുള്ളവർ തുറന്നു പറയുമ്പോൾ അത് അംഗീകരിക്കാതെ ഭീകരവാദത്തിന് മതമില്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാവും ഷാക്കിർ? ആരുടെ നാക്കാണ് ഞാൻ ആമുഖത്തിൽ പറഞ്ഞ നേതാക്കൾ കടമെടുത്തിരിക്കുന്നത്? താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട ആളും ഉണ്ട്. അല്ല, ഞങ്ങളുടെ ഈ നേതാക്കൾ മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഈ ഭീകരാക്രമണത്തെ അതിശക്തമായി അപലപിച്ചിട്ടുണ്ട്. അത് മനുഷ്യത്വരഹിതമാണ്, പിശാചിൻ്റെ സൃഷ്ടിയാണ് ഇതൊക്കെ എന്നൊക്കെ നമ്മളെല്ലാവരും പറഞ്ഞതാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരു സംശയത്തിന് പോലും ഇട വരുത്തേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ സുപ്രീമോ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകൾ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു അഭിപ്രായം പറയേണ്ട സാഹചര്യമില്ല. പ്രത്യേകിച്ചും നമ്മൾ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് ഈ രീതിയിൽ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത്. മനുഷ്യത്വത്തിൻ്റെ ശത്രുക്കളാണ് ഈ രീതിയിൽ പിശാചുക്കളെ പോലെ വന്ന് നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിനെ നമ്മൾ അത് എന്ത് വില കൊടുത്തും ഈ ഭീകര വെള്ളിക്കോത്ത് സംഘപരിവാറിനെയാണല്ലോ സംശയിക്കുന്നത് ഷാക്കിർ. അല്ല, ഞാൻ പറയട്ടെ ശ്രീ എൽ നമ്പ്യാർ, നമ്മൾ പറയുന്നത് പത്രപ്രവർത്തകരോട്, പൊതുസമൂഹത്തോടൊക്കെ നമ്മുടെയൊക്കെ നേതാക്കന്മാർ അവിടെ BJPയോ കോൺഗ്രസോ മുസ്ലിം ലീഗോ മറ്റു പാർട്ടിയോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതിനെ തുടർന്നുണ്ടാകുന്ന ഇതിൻ്റെ കാര്യകാരണങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് 2014 2014 ഡിസംബർ 5 മുതൽ 7 തവണ കശ്മീരിൽ ഇതേപോലെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. 7 തവണ. 2014 ഡിസംബർ 5 തുടങ്ങി ഇപ്പോൾ 2025 ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ഈ 7 തവണയായി 125ഓളം മനുഷ്യരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ആ മനുഷ്യരെ, നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊലപ്പെടുത്തിയ ഭീകരരെ കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അത് നമ്മുടെ ഇന്ത്യക്കാരുടെ മാത്രമല്ല, സൗദി അറേബ്യ, അമേരിക്ക, മറ്റെല്ലാ രാജ്യങ്ങളും ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചു. ഇന്ത്യക്കൊപ്പമാണ് എന്ന് അവർ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ ഭീകരവാദികളെ നേരിടാൻ എല്ലാ പിന്തുണയും അറിയിക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ഈ രീതിയിൽ ചർച്ചയെ കൊണ്ടുപോകുന്നത് നമുക്ക് ഗുണകരമായ ഒരു സംഗതിയല്ല. നമ്മളിപ്പോൾ കുറ്റവാളികളെ പിടികൂടുക എന്നാണ്. ഇവിടെ ചെറിയൊരു സംശയമുള്ളത്, അത് ഇന്റലിജൻസിന്റെ പരാജയം ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഇത്രയും സെക്യൂരിറ്റി ഉള്ള മിലിറ്ററി എന്താ പറയുക, ജാഗ്രതയുള്ള ഒരു സ്ഥലത്ത് 100 മീറ്ററിനകത്ത് പോലും ഓരോ പട്ടാളക്കാരെ വിനിയോഗിച്ച സ്ഥലത്ത് ഇത്ര പകൽ സമയത്ത് നട്ടുച്ച നേരത്ത് 28ഓളം മനുഷ്യരെ അതിക്രൂരമായി നേരിട്ട് വന്ന് വെടിവെച്ച് വന്ന ആളുകളെ ഇപ്പോഴും കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പിന്നിൽ ദുരൂഹത സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ? ആ സ്വാഭാവിക സംശയിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്, നിരപരാധികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇവിടെയാണ് രാഷ്ട്രീയം ഇതിൽ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം, പുൽവാമയിലുണ്ടായ ഭീകരാക്രമണത്തെക്കുറിച്ച് 2019 41 സൈനികരാണ് കൊല്ലപ്പെട്ടത്. നമ്മുടെ ഒരു ഗവർണറാണ് ആ ആക്രമണത്തിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് സംശയം ഉന്നയിച്ചത്. BJP നിയോഗിച്ചിട്ടുള്ള ഒരു ഗവർണർ ഇന്ത്യയിലെ സൈനികർക്ക് നേരെയുണ്ടായിട്ടുള്ള ആക്രമണത്തെ അത് ഭീകരാക്രമണമല്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പങ്ക് അതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം പോലും ഇപ്പോഴും നമ്മൾ പരിശോധിച്ചിട്ടില്ല. ആ ഗവർണറുടെ അജണ്ട എന്തായിരുന്നു എന്ന് പിന്നീട് പുറത്തു വന്നതാണ് ഷാക്കിർ. ആ ഗവർണർ BJP നിയോഗിച്ചിട്ടുള്ള ഗവർണറാണ്. ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നതെന്നും താങ്കൾ പരിശോധിക്കണം. ഓക്കെ, ഞാൻ പറയട്ടെ, മുഴുവനാക്കട്ടെ. നിങ്ങൾ എന്നിട്ട് ശേഷം പറഞ്ഞോളി. ഈ കോൺവോയ് അടിസ്ഥാനത്തിൽ 70ഓളം സൈനിക വാഹനങ്ങൾ പോകുമ്പോൾ എങ്ങനെയാണ് അതിനകത്തേക്ക് ഇത്ര ശക്തമായ സെക്യൂരിറ്റി ഉള്ള പട്ടാള വ്യൂഹം കടന്നു പോകുന്ന വഴിയിൽ ഭീകരർക്ക് കഴിയാനുള്ള അവസരം ആരൊരുക്കിയതാണ്?
അത് കൃത്യമായും സംശയിക്കേണ്ട, ഇപ്പോഴും അതിന് കുറ്റവാളികളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ കുറ്റവാളി കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നിരന്തരമായി അന്നൊക്കെ ബോംബിട്ട് പോവുക അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ എന്താ പറയുക ഗൂഢാലോചനയിൽ വന്ന് ആളുകളെ ഉപദ്രവിച്ച് കൊലപ്പെടുത്തി പോയതാണ്. ഇത് നേരിട്ട് വന്ന് ഈ 7 or 8 ക്രിമിനലുകൾ വന്ന് ആളുകളെ കൊലപ്പെടുത്തി പോയിട്ട് ഇപ്പോഴും ഒരാളെ പോലും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എത്രയോ സാങ്കേതിക വിദ്യകളുണ്ട്. സൈനിക രംഗത്ത് നമ്മൾ വളരെയേറെ മുന്നിലാണ്. ഇന്റലിജൻസ് വളരെ ശക്തമാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൽ സംശയം ഉന്നയിക്കും. ജനങ്ങളുടെ ജീവനും പ്രതിപക്ഷത്തുള്ള ഒരാൾ എന്ന നിലയിൽ സംശയം ഉന്നയിക്കാം. ഇന്റലിജൻസിന്റെ പരാജയമാണോ എന്ന സംശയം ഉന്നയിക്കാം. പക്ഷേ സംഘപരിവാറാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവാണ് സാർ. അല്ല, ഞങ്ങളുടെ നേതാവ് പറഞ്ഞിട്ടില്ല. ആരാ? അപ്പൊ ഈ വെള്ളിക്കൊത്ത് നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടതല്ലേ? അല്ല, ഞാൻ പറയുന്നത് അല്ല, അത് നിങ്ങൾ ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ഒക്കെ എഴുതിയത് വെച്ചിട്ട് ഈ രീതിയിൽ ചർച്ച ചെയ്ത് അത് ജനറലൈസ് ചെയ്യുന്നതിന് നമുക്ക് യോജിപ്പില്ല. അല്ല, നിങ്ങൾക്കറിയാലോ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നേതാവ് ഈ സംഭവം ഉണ്ടായ ഉടനെ രാജ്യത്തോടൊപ്പം ഭീകരവാദികൾക്ക് കനത്ത ശിക്ഷ നൽകണമെന്ന് വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങൾ ഇന്ന് ചന്ദ്രികയിൽ ഉൾപ്പെടെ കൃത്യമായി അതിന്റെ പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിനൊപ്പമാണ്, ഭീകരവാദികൾക്കെതിരാണ്. അപ്പൊ അതിന്റെ മറവിൽ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളോ മറ്റോ പറയുന്നത് നമ്മൾ ഈ 140 കോടി ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. ഇപ്പൊ നമ്മൾ എന്താണ്, ഈ പരിക്ക് പറ്റിയ ആളുകൾക്ക് നല്ല ചികിത്സ ഉറപ്പാക്കണം. ഈ കുറ്റവാളികളെ എന്ത് വില കൊടുത്തും കടുത്ത ശിക്ഷ ലഭ്യമാക്കുന്നത് വരെ അവരെ പിടികൂടാൻ ആവശ്യമായ സംഗതികളിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. പക്ഷെ ഇത് ആവർത്തിക്കാതിരിക്കാൻ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളിൽ വീഴ്ചയുണ്ടോ എന്ന് രാജ്യത്തെ ഭരണകൂടം പരിശോധിക്കണം എന്ന് പറയുന്നതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അത് സ്വാഭാവികമായും ഭരിക്കുന്ന ആളുകളോടാണല്ലോ ഇത് പറയേണ്ടത്. ഈ ഇന്റലിജൻസ് ശക്തമാണെങ്കിൽ ഈ രീതിയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദി 2014 മെയിലെങ്ങാണ്ട് അധികാരത്തിൽ വന്ന ശേഷം 7 ഭീകരാക്രമണങ്ങൾ കശ്മീരിലുണ്ടായി. 125ഓളം ആളുകൾ കൊല്ലപ്പെട്ടു. അതിൽ 70ഓളം പട്ടാളക്കാരാണ്. ആ ആളുകളുടെ മനുഷ്യരുടെ ജീവന് വിലയില്ലേ? ആ ജീവന് സുരക്ഷിതത്വം കൊടുക്കേണ്ടത് ആരാണ്? രാജ്യത്തെ സർക്കാരല്ലേ? സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികൾ ഭീകരാക്രമണങ്ങളുടെ കണക്ക് കൂടി ഷാക്കിർ പറയണം. നിങ്ങളുടെ പ്രതിനിധിയും കേന്ദ്രമന്ത്രിയായിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അല്ല, അന്നൊക്കെ രാജ്യത്തെ ഭരണകൂടം ആ ദൗത്യം നിർവഹിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെ നിർവഹിച്ചു? അങ്ങനെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അന്നത്തെ പ്രതിപക്ഷം അത് പറയുകയും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും നമ്മുടെ സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയല്ലേ വേണ്ടത്. അതിന് പകരമായി നമ്മൾ ഈ സമയത്ത് പരസ്പരം തല്ലുകയാണോ വേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഏതെങ്കിലും ആളുകൾ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതിയാൽ അതിനെ പർവ്വതീകരിച്ചിട്ട് ഏതെങ്കിലും പാർട്ടിയുടെ സ്റ്റാൻഡാണെന്ന് പറയരുത്. പാർട്ടിയുടെ സ്റ്റാൻഡ് നടപടിയെടുത്തോ മുസ്ലിം ലീഗ്? നിങ്ങളുടെ പാർട്ടിയുടെ നിലപാടല്ല അദ്ദേഹം പറഞ്ഞത്. ബഷീർ വെള്ളിക്കോത്തിനെതിരെ നടപടിയെടുത്തോ? ഞാനിപ്പോൾ നിങ്ങൾ ഇവിടെ വന്ന് ഈ ചർച്ചയിൽ സംസാരിക്കുന്നതിനിടക്കാണ് ഇങ്ങനെ പരാമർശം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ വാർത്ത കാണുന്നവരാണ്, മറ്റെല്ലാ സംഗതിയിൽ ശ്രദ്ധിക്കുന്നവരാണ്. ഈ സമയം വരെ നമ്മളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. മാത്രമല്ല, നമ്മളുടെയൊക്കെ സ്റ്റാൻഡ് കൃത്യമാണ്. ഞങ്ങൾ എല്ലാവരുടെയും, അതുപോലെ തന്നെ യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റി ആവട്ടെ, മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി ആവട്ടെ, എല്ലാവരും, കോൺഗ്രസും BJP എല്ലാവരും ഇപ്പം നമ്മളുടെ ശ്രദ്ധ കുറ്റവാളികളെ പിടികൂടുവാനും അതേപോലെ തന്നെ പരിക്കേറ്റവരെ നല്ല ചികിത്സ ഉറപ്പാക്കാനും, അതിനേക്കാൾ പ്രധാനം ഭാവിയിൽ ഇത്തരം ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് വിളയാടാൻ പാടില്ല. കർശന ശിക്ഷ ഇവർക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ആവർത്തിക്കാതിരിക്കാനുള്ള നമ്മൾ മാർഗങ്ങൾ സ്വീകരിക്കണം. എന്തെങ്കിലും പഴുതുകൾ ഇക്കാര്യത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നാണ്. ഭീകരവാദികൾക്ക് ബാധ്യതയല്ലേ? ഭീകരവാദത്തിന് മതമില്ല ഭീകരവാദികളുടെ മതം പിശാചിന്റെ മതമാണ്. പിശാചിന്റെ മതമാണ്. ആ പിശാചുക്കൾ ആരാണെന്ന് കൂടെ പറ. പിശാചുക്കൾ ആരാ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് കണ്ടെത്തേണ്ട പണിയാണ് സർക്കാർ. അവിടെ ഒരു മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇന്ന് ആതിര എന്ന് പറയുന്ന കേരളത്തിൽ നിന്ന് കൊല്ലപ്പെട്ട രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകള് പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങൾ നിങ്ങൾ ജനം TV ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് മുസാഫിർ എന്ന് പറയുന്ന, സമീർ എന്ന് പറയുന്ന 2 സഹോദരങ്ങളെ എനിക്ക് കാശ്മീരിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. എന്റെ അച്ഛൻ എനിക്ക് നഷ്ടപ്പെട്ടു, അതിൽ കനത്ത വേദനയുണ്ട്. അതോടൊപ്പം മുസാഫിറിനെയും സമീറിനെയും എനിക്ക് സഹോദരങ്ങളായി കാശ്മീരിൽ നിന്ന് കിട്ടി. ഒന്ന്. രണ്ടാമത്തത്, എത്രയോ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച സെയ്ദ് ആദിൽ എന്ന് ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും നമ്മളെല്ലാവരും വാർത്ത കണ്ടതാണല്ലോ. അദ്ദേഹത്തിന്
കുതിര സവാരി പിന്നെ ഉപയോഗപ്പെടുത്തി ഒരുപാട് ആൾ രക്ഷപ്പെടുത്തി. അദ്ദേഹം ജീവൻ ത്യജിച്ചുകൊണ്ട് മറ്റാളുകളെ ഈ ഭീകരവാദികൾക്ക് മറയായി നിന്നുകൊണ്ട് പരിചയമായി നിന്നുകൊണ്ട് ഈ ആളെ രക്ഷപ്പെടുത്തി വീരമൃത്യു വരിച്ചത് നമ്മൾ പറയേണ്ടതല്ലേ ഈ സമയത്ത്? അവിടെ മതമുണ്ടോ? അവിടെ മനുഷ്യത്വമല്ലേ? അവിടെ കാശ്മീരികളായിട്ടുള്ള മുഴുവൻ ആളുകളും ഇത് ഭീകരവാദികൾ എവിടോ നിന്ന് വന്നവരാണ്. അവരാരായാലും ഷാക്കിർ, ഇസ്ലാം മതത്തിലുള്ളവർ എല്ലാം മുസ്ലിങ്ങൾ എല്ലാം ഭീകരവാദികളാണെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ ഷാക്കിറെ? അല്ല, അങ്ങനെ പറഞ്ഞു നമ്മൾ പറയണില്ലല്ലോ. പറഞ്ഞിട്ടില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞു നമ്മൾ പറയണില്ല. അപ്പോ നല്ലവരുണ്ട്. പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ മതത്തിന് പോലും കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല? ഈ ഭീകരവാദികൾ ഏത് മതത്തിൽപ്പെട്ടതാണെന്ന് പറയാൻ എന്താ ഷാക്കിറിന് വിഷമം? ഞാൻ പറഞ്ഞല്ലോ, ഈ ഭീകരവാദികൾ അവരുടെ മതം പിശാചിന്റെ മതമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാം മതത്തിൽ നമ്മൾ അന്യായമായി ഒരു മനുഷ്യനെ കൊന്നാൽ, ഏതെങ്കിലും മതവിശ്വാസി ഒരു മനുഷ്യനെ അന്യായമായി കൊന്നാൽ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണെന്ന് ഞങ്ങളുടെ മതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം മത വിശ്വാസികൾ ഈ ജാതി തോന്നിവാസം ചെയ്യാൻ കൂട്ടു നിൽക്കില്ല. അങ്ങനെ ചെയ്ത ആളുകളെ ഒരു നിലക്കും ന്യായീകരിക്കാൻ നിൽക്കില്ല. അതൊന്നും മതത്തിന്റെ ലേബൽ. നിങ്ങൾ അനിയനവർ ചോദിച്ചല്ലോ ഇവരുടെ മതം ഏതാണ്? ഇവരുടെ മതം കൃത്യമാണ്. ഈ ഭീകരാക്രമണം മാത്രമല്ല, രാജ്യത്ത് നിരപരാധികളെ കൊല്ലുന്ന, ലോകത്ത് നിരപരാധികളെ കൊല്ലുന്ന ഇസ്രായേൽ ഉൾപ്പെടെയുള്ള എല്ലാ ക്രൂരന്മാരുടെയും മതം പിശാചിന്റെ മതമാണ്. ഒരു ക്രിസ്തു മതമോ ഇസ്ലാം മതമോ ഹൈന്ദവ മതമോ അവിടെയാണ് നിങ്ങൾ എപ്പോഴും താരതമ്യപ്പെടുത്തി രക്ഷപ്പെടുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു താരതമ്യത്തിന്റെ ആവശ്യം ഇവിടെ? അല്ല, നമ്മൾ രക്ഷപ്പെടാനായിട്ട് ഇവിടെ കുടുങ്ങിയിട്ടില്ലല്ലോ. നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിയാലല്ലേ രക്ഷപ്പെടേണ്ടിയുള്ളൂ. നമ്മൾ അന്തസ്സായി അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണല്ലോ. ഇവിടെ ആരെ മുമ്പിലാ തല കുനിക്കേണ്ടി? ഷാക്കിർ, ആഗോള തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്നവർ ഏത് മതത്തിൽപ്പെട്ടതാണ്? ആഗോള തീവ്രവാദത്തിന് നേതൃത്വം നൽകുന്നവർ ഏത് മതത്തിൽപ്പെട്ടതാണ്? താങ്കൾക്ക് പറയാലോ എന്റെ മതത്തിൽപ്പെട്ടവരാണ് എന്ന്. എന്തുകൊണ്ട് പറയുന്നില്ല? ഞാൻ പറയാം. ലോകത്തില് ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊലപ്പെടുത്തിയത് പോൾപോട്ട് ഉൾപ്പെടെയുള്ള 10 ഏറ്റവും വലിയ കൊലപാതകം എടുത്താൽ 7 കമ്മ്യൂണിസ്റ്റുകാരാണ്. പിന്നെ വരുന്നത്, അതിന് ശേഷമാണ് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നത്. അതിന്റെ ഇപ്പൊ നമുക്ക് വർത്തമാന കാലത്ത് പറയാൻ കഴിയുന്നത് നെതന്യാഹു, അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്ത അമേരിക്ക ഉൾപ്പെടെയുള്ള ആളുകളെ നമുക്ക് തുറന്നു പറയാൻ കഴിയും. വേറെ ആരാണ് ഇവിടെ തീവ്രവാദത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത്? അപ്പൊ ഷാക്കിർ, എല്ലാം വ്യക്തമായി.